നാളെ എന്താണ് അച്ഛാ? ഞങ്ങളുടെ കൊച്ചിന്റെ 27 കേട്ടോ. കമന്റ് സെക്ഷനിൽ പറഞ്ഞ് എന്റെ കുട്ടിയെ കാണാൻ ദിവസപ്പോലെ ഉണ്ട്. ഉണ്ടോ? നമ്മൾ എന്താ 26? വിച്ച് വൺ യു ലൈക്ക്? ദിസ് വൺ. ശരിക്കും പറ. ഈ പച്ചവെള്ളം ഗായ്സ്, നാളെ ഞങ്ങളുടെ കുഞ്ഞിത്തമ്പൂസിന്റെ എന്താണ് ഡേ ആണ്. അതെന്താണ്? നൂലുകെട്ട്. നൂലുകെട്ടാണ് അല്ലേ തമ്പു? അപ്പോൾ ഞങ്ങൾ ഇന്ന് നൂലുകെട്ടിന് വേണ്ടിയുള്ള ചെറിയ പ്രിപ്പറേഷൻസിലൊക്കെയാണ്, ചെറിയ ഡെക്കറേഷനായിട്ട്. അച്ഛനും മോനും ഇവിടെ ശ്രദ്ധിക്കൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറുതായിട്ട് ഒരു ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഉണ്ട്. എന്താ പറയുക, ഇത് വളരെ ചെറിയൊരു പരിപാടിയാണ് കേട്ടോ. അതായത് കിച്ചാമ്മൻ്റെ വീട്ടിൽ നിന്ന് 4 പേര്, എൻ്റെ വീട്ടിൽ നിന്ന് 4 പേര്, അങ്ങനെ മൊത്തത്തിൽ ഒരു 10 പേര്, ഏറ്റവും കൂടുതൽ അത്ര പേരുള്ളൂ. എല്ലാവരും കൂടിയിട്ട് നമ്മൾ കുഞ്ഞിൻ്റെ നൂല് കെട്ടുന്നു, അത്രേ ഉള്ളൂ. നൂല് കെട്ടുക എന്നുള്ളത് ഒരു പരിപാടി മാത്രമേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ ശരിക്കും ഫംഗ്ഷനായിട്ട് എല്ലാവരെയൊക്കെ വിളിച്ചിട്ട് നടത്തുന്ന ഫംഗ്ഷൻ 90-നാണ് നടത്തുന്നത് അല്ലേ? യെസ്. അപ്പം ഇതിന് നമ്മൾ കുഞ്ഞിന് ചരട് കെട്ടും. അച്ഛൻ വീട്ടുകാർ, അതായത് കുഞ്ഞിൻ്റെ അച്ഛൻ വീട്ടുകാർ വന്ന് ചരട് കെട്ടും, കരിവള ഇടും, കണ്ണൊക്കെ എഴുതും, അത്രേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നുമില്ല. പേരിടുന്നതും നെയിമിങ് സെറമണിയും നമ്മൾ 90-ൻ്റെ അന്നാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇന്ന് അതിൻ്റെ തലേ ദിവസത്തെ ചെറിയ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കാണാം. സോ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിലുള്ളത്, ഞങ്ങൾ പാലാഴിയിലായിരുന്നു, അവിടെ പ്രസവശയിലായിരുന്നു. അപ്പോൾ നമ്മൾ 90 ജസ്റ്റ് വീട്ടിലേക്ക് വന്നാൽ നാളെ തന്നെ നമ്മൾ ഇത് കഴിയുമ്പോൾ തിരിച്ചു പോകും. സോ ഞാൻ നിങ്ങൾക്ക് നാളെ ഇടാൻ പോകുന്ന ഡ്രസ്സ് കാണിച്ചു തരാം. പരിപാടി വളരെ ലളിതമാണെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ആദ്യത്തെ പരിപാടിയല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് ഷുണ്ടറി ആവണ്ടേ. ഓൾറെഡി ഞങ്ങളിത് വാങ്ങാൻ പോണ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ ഉടുപ്പായിട്ട് വെച്ചത് വീഡിയോ മറ്റേ വാങ്ങാൻ പോയ ദിവസം. ഇതാണ് കേട്ടോ, ഞാൻ ഒരു സെറ്റ് മുണ്ടാണ്. ഞാൻ ഓൾറെഡി ഇത് വാങ്ങാൻ പോയ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജയലക്ഷ്മി ഇതാട്ടോ, റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. ഞാൻ ഇട്ടൊക്കെ നോക്കി, എനിക്ക് കറക്റ്റാണ്. ഞാൻ പ്രസവത്തിന് മുന്നേ എടുത്തു വെച്ചതാട്ടോ ഇത്. എന്നിട്ട് നോക്കി ഞാനത് സൈസൊക്കെ കറക്റ്റാക്കി. ഇതാണ് സെറ്റ് മുണ്ട്, ടിഷ്യൂവിൻ്റെ സെറ്റ് മുണ്ട്. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഇനി അച്ഛൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. കൊച്ചിൻ്റെ അച്ഛൻ്റെ ഔട്ട്ഫിറ്റ് ഇത് നമ്മൾ ജയലക്ഷ്മിന്ന് വാങ്ങിയതാട്ടോ. അവിടെ ഇതാണ് നമ്മുടെ കുട്ടിയുടെ അച്ഛൻ്റെ ഔട്ട്ഫിറ്റ്. ഇതൊരു കുർത്ത പ്ലസ് മുണ്ട്. ഓക്കെ. ഇനി ഞങ്ങളുടെ രാജകുമാരൻ്റെ ഹീറോന്റെ ഉടുപ്പ് ഏതാണ്? കുഞ്ഞുമുണ്ട്. ഈ മുണ്ടെടുത്താണ് ഞങ്ങൾ ചരട് എത്തുമ്പോൾ മുണ്ടൊന്നും എടുക്കില്ല, എല്ലാം അരിച്ച് പറിച്ച് കളയും. എങ്കിലും കൊച്ചിനൊരു കുഞ്ഞുമുണ്ട് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. മാലയുടെ കാര്യത്തിലാണ് ഞാൻ കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. ഇതൊരു ലോങ് ചെയിൻ ആണ്, ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ഇരിക്കും. ഇതൊരു ലോങ് ചെയിൻ ആണ്. ആൻഡ് 2 മാല ഞാൻ എടുത്ത് ഫൈനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു നാഗപടം സ്റ്റൈലിലൊക്കെ വരുന്നൊരു തരം മാലയാണ്, കാണിച്ചു തരാം. ഇത് രണ്ടും വാൽക്കണ്ണാടി .u എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ കേട്ടോ. ആ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഓണർ എൻ്റെ ഫ്രണ്ടാണ് അഞ്ജന. ഞാൻ അവളുടെ ഇൻസ്റ്റാഗ്രാം വേണ്ടി കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതുപോലത്തെ ട്രഡീഷണൽ സംഭവങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നല്ല അഫോർഡബിൾ ആണ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് കുരുക്കഴിക്കട്ടെ. ഇതാണ് രണ്ടാമത്തത്. വിച്ച് വൺ യു ലൈക്ക്? ദിസ് വൺ. അപ്പം ഇതിട്ടാൽ മതി. സോ നമുക്ക് ഇത് ഫൈനലൈസ് ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ ജിമുക്കി ഉണ്ട്. ഈ ജിമുക്ക് മതിയില്ലേ? സോ നമ്മൾ ഓർണമെൻറ്റ്സും ഫൈനലൈസ് ചെയ്തു. വേറൊരു ജിമുക്കിയും കൂടി അവൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇടാം, നിങ്ങളപ്പോൾ പോയി ചെക്ക് ചെയ്തോളൂ. നല്ല രസമുണ്ട് ഓർണമെൻറ്റ്സ് ഒക്കെ കാണുന്ന അവളുടെ പേജിൽ. ഇതേ ഇതൊരു ജിമുക്കിയാണ്, നല്ല ഭംഗിയില്ലേ? ഈ ജിമുക്ക് വേണ്ടല്ലോ, മറ്റേത് പോലെ. ഓക്കെ. ഇനി അച്ഛൻ്റെ ആ മേളിൽ ഇരിക്കണ പച്ച വള എനിക്ക് എടുത്ത് തരണം കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾ? അവിടെ മേളിലാണ് എൻ്റെ കുപ്പികളൊക്കെ എടുത്ത് വെച്ചേക്കണേ. അത് ഒരെണ്ണം എടുത്ത് തരണം. അപ്പോൾ നമ്മൾ ഡ്രസ്സും ഓർണമെൻറ്റ്സൊക്കെ എടുത്ത് വെച്ചു. ഇനി വള ഞാൻ നേരത്തെ പറഞ്ഞാൽ മേളിൽ നിന്ന് എടുത്ത് വെക്കണം. അത് കഴിഞ്ഞാൽ
നമുക്ക് ഡെക്കറേഷൻ ചെയ്യണം. തുടങ്ങിയിട്ടുണ്ട് അച്ഛനും മോനും കൂടി. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് അല്ല ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചൊരു തട്ടിക്കൂട്ട് ഡെക്കറേഷൻ, ഒരു സന്തോഷത്തിന്, ഒരു മനസ്സുഖത്തിന്. അപ്പം ഞാനും കിച്ചാമിനും അപ്പൂസും കൂടി ഡെക്കറേറ്റ് ചെയ്യും. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ കാണാം. സോ നമ്മളിതേ ഒരു മിനിറ്റ് ഇട്ടാ നോക്കട്ടെ വർക്കിംഗ് അല്ലേന്ന്. നമ്മൾ ഇവിടെ വെച്ചാണ് എല്ലാവരും ഒന്നിച്ചിരുന്നെങ്കു പരിപാടി നടത്താൻ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനാട്ടാ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിലത്തിരുന്നിട്ട് ചെറുട് കിട്ടും. അപ്പോൾ നമ്മൾ ചെറിയ ഡെക്കറേഷൻ ഇതിവിടെയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ബാക്ക് ഡ്രോപ്പ് സ്റ്റാൻഡില്ലേ, അതാണ് സെറ്റപ്പ്. അതിൽ നമ്മൾ കർട്ടൻ ഇട്ടിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണത്. എന്താ ചേട്ടാ ഒന്നും മിണ്ടാത്തേ? എടാ നീ എൻ്റെ അങ്ങനെയാണ് കേട്ടാ. അത് പറഞ്ഞപ്പോഴാണ് ഗൈസ് കുറേ പേര് കമന്റ് സെക്ഷനിൽ പറഞ്ഞ് എൻ്റെ കുട്ടിയെ കാണാൻ ദിവനെപ്പോലെ ഉണ്ട്. ഉണ്ടോ? ഇതൊക്കെ എടുത്തതാണ്, ക്യാമറ റെക്കോർഡ് നിൽക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറയാണ്. യെസ്, കൊറേ പേര് പറഞ്ഞേട്ടാ, കൊറേ കമന്റ്സിൽ വന്നായിരുന്നു എന്റെ ബ്രദറിനെ പോലെ ഉണ്ട് എന്റെ കുട്ടീനെ കാണാനെന്ന്. കമന്റ് ചെയ്യുണ്ടെങ്കിൽ വേണ്ടെന്നാ എന്താ ഉണ്ടാ സഹായിക്കുന്ന അച്ഛൻ. നാളെ എന്താണ് അച്ഛാ? ഞങ്ങളുടെ കൊച്ചിന്റെ 27 ട്ടാ. 27ആണോ 28ആണോ എന്ന് വെച്ചാൽ കൺഫ്യൂഷനായി. അതുകൊണ്ട് 27 ഇനി നമ്മളിത് ഈ റേട്ടിലേക്ക് കയറ്റി വിടാം. ഇപ്പൊ പറയോട്ടാ അച്ഛൻ ബഗളിയാന്ന്. കണ്ണ 2 തగ్గടിച്ച് പറയൂ. മരുമോനെ സഹായിക്കുന്ന അമ്മായി അച്ഛൻ. എന്താണ് ഇനിയുമുണ്ട്? പിന്നെ വിടർത്തിയ കണ്ട നേരിലടിക്കും. എല്ലാം ഞാൻ തന്നെ പറഞ്ഞു തരാം. അത്ര തന്നെ അങ്ങോട്ടും കിടക്കൂലേ? അത്രയും അടുപ്പിക്കണ്ട, കുറച്ച് നേരത്തെ ഇട്ടവരെ ലൂസാക്കിക്കോ. ദേ മയിലാളി പറയണ അനുസരിച്ചാൽ മതിട്ടാ. കാണിക്കട കാണ. ആഹാ ക്ലോസപ്പിൽ വന്നപ്പ ഇങ്ങനെ തിരിഞ്ഞ് ദിസ് ഈസ് റൊമാൻറ്റിക് സൈഡ്, ദിസ് ഈസ് വില്ലൻ സൈഡ്. ആശ്രയിട്ടി ഗോപി, വൈ ആർ യു സോ സൈലന്റ്? ആറ്റിറ്റ്യൂഡ് പിടിച്ചിരിക്കണില്ലേ? ആറ്റിറ്റ്യൂഡ് വിട്ടൊരു കളിയില്ല. അല്ലെങ്കിൽ എനിക്ക് പണിയെടു ഇതേണ്ടോ അടുത്ത പണിയുള്ള അടുത്ത പണി വേഗം തരാം. യെസ്, ഇവിടെ ഞാൻ ഒരു സാധനം കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടല്ലോ. അവിടെ ഉണ്ടല്ലേ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ. നിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇങ്ങോട്ട് നോക്കട. പണിയെടുക്കാതെ വേർക്കാൻ പറ്റും. വേർപ്പിന്റെ അസ്കിതകളാണ് ശരിക്കും. കണ്ണിന് വെറുതെ എന്നാ വേർക്കും. അതുകൊണ്ട് ആൾക്കാരെ പറ്റിക്കാൻ പണിയെടുത്തെന്നും പറഞ്ഞ് നമ്മൾ രണ്ടും എന്താ അരിവെപ്പാടാ. ഞാൻ ക്യാമറ എടുത്തോണ്ട് എനിക്ക് മൊത്തത്തിൽ അരിവെക്കാം. ഗായ്സ് ഇവന്റെ ഈ പല്ല് വെപ്പ. അയ്യോ ഞങ്ങളിവിടെ വെറുതെ പാട്ട് നോക്കി നിൽക്കണ്. അമ്മായി അച്ഛനും മരുമോളും കൂടി ഭയങ്കര സെറ്റപ്പ്.
അരി വെക്കണമെന്ന് എന്താ പറഞ്ഞ അരി വെക്കണമൊക്കെ അത് മാത്രമേ വെക്കുള്ളൂ. അരി പൊക്കണോ? നമ്മളിത് ഇങ്ങനെ കർട്ടൻ ഇട്ടു. പക്ഷെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്താണ്? ഏത് സൈഡിലേക്കാണ് ഇരിക്കണം എന്നുള്ളത്. അതെ, നമ്മളിങ്ങനെ കിഴക്ക് തെക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് ഏത് സൈഡിലേക്ക് ഇരിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നാളെ ശരിക്കും പൂജാരിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഏത് സൈഡിലേക്കാണെങ്കിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നീക്കാം, അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല. എന്നാലും ഒന്ന് വിളിച്ച് ചോദിച്ചേക്കാം അല്ലേ. ഇത് നമ്മൾ ചെറിയ ചെറിയ പൂക്കളും ഇലകളും വെച്ച് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യും. മുഖമൊന്നും കാണുന്നില്ല കേട്ടോ. ലൈറ്റിൽ ഇങ്ങോട്ട് നിന്നാലോ, കാണുന്നുണ്ടോ? നമ്മൾ ചെറിയ ചെറിയ പൂക്കൾ ഇലകളൊക്കെ വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യും. ഇത് നമ്മുടെ ഓണം സീരീസിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത സെറ്റപ്പാണ്. കുറച്ച് ഇറക്കി വെക്കണം. പിന്നെ വേണോ? ഇറക്കി വെച്ചോ. അങ്ങനെ വെക്കാം. ഇതേത് കിട്ടാതെ. എന്റെ ഐഡിയക്ക് ഒന്നും ഇവിടെ വിലയില്ല ഗൈസ്. നിങ്ങളെല്ലാരും പറയണല്ലേ കിച്ചു ചേട്ടൻ എന്തൊരു പാവല്ലേ പാടി പാടാ. എനിക്കൊരു ഒട്ട ഐഡിയൊക്കെ നമ്മൾ കൂട്ടി നിൽക്കാറുണ്ട്. നല്ല ഐഡിയൊക്കെ നമ്മൾ കൂട്ടി നിൽക്കും. നീ കൂട്ടുന്നിട്ടുള്ള എനിക്കറിയാം. ഒരു വർഷത്തിന് ശേഷം വായിലേക്ക് ഇച്ചിരി പോട്ടെ, കുടിച്ചിട്ടില്ല. ഇത് പച്ചവെള്ളം, ഇത് പച്ചവെള്ളം അടച്ചാ. ഇത് സോഡ അല്ല, പറ പച്ചവെള്ളം. ആളെ പറ്റിക്കണം. അമ്മേനോട് നൂല് തരാൻ പറഞ്ഞു. നൂലോ സെലോട്ടപ്പോ എന്തെങ്കിലും തരണം. വള്ളി ശകുന്തള മറ്റേ പ്രയാസം സാധിക്കില്ലേ. പുച്ഛം, നമ്മളെ ഐഡിയ പറഞ്ഞ പുച്ഛം. വീണ്ടും ചമ്മണോ? വേണ്ട. കിച്ചമ്മനെ ഏറ്റവും ഇഷ്ടമാരാ? ഇതാണ് ഏറ്റവും ഇഷ്ടമാരാ? ശരിക്കും പറ. അത് പറ്റില്ലല്ലോ, വെള്ള കളറിൽ കാണും. ഇങ്ങോട്ട് വാ, കേറി വാ. നൂല് തരാമോ? നൂല് ഉണ്ടാക്കാൻ ഒച്ച ഉണ്ടാക്കരുത്. ഡോണ്ട് മേക്ക് നോയ്സ്. ഇതെന്താ പുൽക്കണ്ണാടിയൊക്കെ വെച്ചിട്ട്? ഇതാണ് ഞങ്ങളുടെ അനൂട്ടി ചേട്ടൻ ആഷൻ. അതൊന്നും കിട്ടില്ലല്ലോ. എവിടെ നീല നൂല? എന്നെ എല്ലാരും കൂടി അപമാനിക്ക. പക്ഷെ എങ്ങനെ എടുക്കണെന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ കൈ പിടിച്ചാൽ മതി. ഓരോരുത്തരും നേരെ ഇതിങ്ങനെ അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? കൊറേ പേര് ഞാൻ എന്റെ ക്യാമറയുടെ ഡീറ്റെയിൽ ചോദിച്ചു. എന്താ ക്യാമറയുടെ പേര്? അതാണ് ക്യാമറയുടെ പേര് കേട്ടോ. ഡിജി ഓസ്മോ പോക്കറ്റ് 3. പൊട്ടിത്തെറിയല്ല. എന്നാ ഇത്ര ഉള്ളോ? ഓണത്തിന് ഇതൊക്കെ മേടിച്ചു വെച്ച് നന്നായി. സോ ദിസ് ഈസ് അവർ തട്ടിക്കൂട്ട് ഡെക്കറേഷൻ. കളല്ലേ, ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടമായി കേട്ടോ. നൈസ്. ഇതൊക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയ സാധനങ്ങളാണ് ഗൈസ്, താഴെ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. അമ്മ ദേ ഇവിടെ ഈ ക്യാമറയുടെ പ്രശ്നം ഇതാ കാണിച്ചിട്ട് കേട്ടോ. ബാക്കി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിളക്കൊക്കെ തേച്ച് മിനുക്കി കണ്ടോ. വിളക്കൊക്കെ ഫുൾ തേച്ച്, പിന്നെ മറ്റേ അവല് മലര് ശർക്കര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ. ഇതാണ് ഈ ക്യാമറയുടെ പ്രശ്നം. നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതും അങ്ങനെ എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശ്രീദേവിയുടെ സാരി കാണിക്കൂ. നാളെ ഞങ്ങളെല്ലാവരും സെറ്റാണ് ഗൈസ്. ഇതാണ് ശ്രീദേവിയുടെ. ശ്രീദേവി ഇത് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഓർത്തത് വേറെ എന്താണ്ടും കണ്ടത്. ഇത് എത്ര രൂപ? 570 രൂപയല്ലോ. 480 രൂപയുള്ളൂ. കൊള്ളാല്ലേ? ഇത് ഏതാ ബ്ലൗസിൻ്റെ കളർ? റെഡാ? റെഡ്.
അങ്ങനെ ദേ നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം ഫിനിഷായി. തലേദിവസത്തെ എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് തമ്പൂസ് ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ ഞാൻ ഇടയ്ക്ക് പോയി ഫീഡ് ചെയ്യും. ദേ ഇപ്പം ഞാൻ കുറേ നേരം ഫീഡ് ചെയ്തിരുന്നു. എൻ്റെ മുതുകൊക്കെ വേനെടുത്തപ്പോൾ വെച്ചാൽ പയ്യെ അവനെടുത്ത് തലോണിയിൽ വെച്ച് അവൻ ഉറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഉറങ്ങില്ല എന്ന് പറഞ്ഞിട്ടാട്ടോ അവൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ തലേദിവസം ചെറിയ തട്ടിക്കൂട്ട് പരിപാടീസ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ. ആൻഡ് ഇനി നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ 28ൻ്റെ വ്ളോഗുമായിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.